ഹരി ഓം. ഭാഗവതം പഞ്ചമസ്കന്ധം 24-ാം അധ്യായത്തിലെ 16-ാമത്തെ വരികൾ, 14-ാമത്തെ ശ്ലോകം എന്നല്ല, ഇത് ഗദ്യമാണ്. തുടങ്ങാം നമുക്ക്. 16. അഥാതലെ മയപുത്രോസുരോ ബലോ നിവസതി യേന വാ ഇഹ സൃഷ്ട ഷണ്ണവതിർമായ കാശ്ചനാദ്യാപി മായാവിനോ ധാരയന്തി യസ്യ ച ജൃംഭമാണസ്യ മുഖതസ്ത്രയസ്ത്രീഗണ ഉദപദ്യന്ത സ്വൈരിണ്യകാമിന്യപുംശ്ചല്യ ഇതി യാ വൈ വിലായനം പ്രവിഷ്ടം പുരുഷം രസേന ഹാടകാഘ്യേന സാധയിത്വാ സ്വവിലാസാവലോകനാനുരാഗസ്മിതസല്ലാപോപഗൂഹനാദിഭിः സ്വൈരം കില രമയന്തി യസ്മിന്നുപയുക്തേ പുരുഷ ഈശ്വരോഹം സിദ്ധോഹം ഇത്യായുധ മഹാഗജ ബലം ആത്മാനം അഭിമന്യമാന കഥതേ മദാന്ധ ഇവ. അതലത്തിൽ മയപുത്ര ബല അസുര നിവസതി യേന ഇഹ സൃഷ്ട ഷണ്ണവതി മായ. ഷണ്ണവതി, ഷട്ട് 6, നവതി 9, ഒരു സംഖ്യ അത് കേട്ടോ. ഷണ്ണവതി എന്ന് പറയുന്നത് ഷണ്ണവതിർ, ഷട്ട് എന്ന് പറഞ്ഞാൽ 6, ഷട്കാലികൾ എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടില്ലേ. ഷഷ്ടി 6, അപ്പോൾ നവതി 9, ഇപ്പോൾ 96 മായകളുണ്ടെന്നാണ് പറയുന്നത്. കാശ്ചന അദ്യാപി മായാവിന ധാരയന്തി ജൃംഭമാണസ്യ യസ്യ. ജൃംഭ എന്നതാ കോട്ട് വായിക്കോട്ട ആ ഒരു കാര്യത്തിനെ വായിങ്ങനെ പൊളിച്ച്, അതാണ് ജൃംഭ എന്ന് പറയുന്നത്. യാതൊരുവൻ്റെ മുഖത ഓട്ടുവായിടുന്ന യാതൊരുവൻ്റെ. ജൃംഭമാണസ്യ യസ്യ മുഖത്തിൽ നിന്ന് സ്ത്രീഗണ 3 ത്രയസ്ത്രീഗണ എന്ന് പറഞ്ഞാൽ 3 സ്ത്രീകൾ ഉദപദ്യത ഉണ്ടായി. അവർ സ്വൈരിണ്യ, അവിടെ എങ്ങനെയൊക്കെയുള്ളവരെ? സ്വൈരിണികൾ, കാമിനികൾ, പുംശല്യകൾ എന്നവർ ആയിരുന്നു. വിലായനം പ്രവിഷ്ടം പുരുഷം ഹാടകാഘ്യേന രസേന സാധയിത്വാ സ്വവിലാസാവലോകന അനുരാഗസ്മിത സല്ലാപ ഉപഗൂഹനാദിഭിः ഉപഗൂഹനം ആലിംഗനം മുതലായ സ്വൈരം രമയന്തി കില സന്തോഷിപ്പിച്ചു. യസ്മിൻ ഉപയുക്തേ പുരുഷ അഹം ഈശ്വരഃ അഹം സിദ്ധഃ അയുത മഹാഗജബലം. 1000 മതം ഉള്ള ആനകളുടെ ബലം ഉണ്ടെന്ന് മന്യമാന വിചാരിക്കുന്നവനായിട്ട് മതം കൊണ്ട് അന്ധൻ എന്ന പോലെ കഥതേ അർത്ഥമില്ലാതെ പലതും പറയുന്നു. അതലത്തിൽ എന്താ സംഭവിക്കുന്നതെന്ന് പറയുന്നതേ ഉള്ളൂ കേട്ടോ. മയപുത്രനായ ബലൻ എന്ന അസുരൻ. അതലെ മയപുത്രോസുരോ ബലോ നിവസതി യേന വാ ഇഹ സൃഷ്ട ഷണ്ണവതിർമായ കാശ്ചനാദ്യാപി മായാവിനോ ധാരയന്തി യസ്യ ച ജൃംഭമാണസ്യ മുഖതസ്ത്രയ സ്ത്രീഗണ. ആ സ്ത്രീഗണ എന്നുള്ളത് സ്ത്രീ വേണം കേട്ടോ. മുഖതസ്ത്രയ ആ സ ഇല്ലെങ്കിലും മുഖതഃ ത്രയ സ്ത്രീഗണ വേണ്ടതാണെന്ന് ടിക്കിട്ട് വെക്കുക, അല്ലെങ്കിൽ നിങ്ങളത് വെട്ടിക്കളയുകയോ വേണ്ടെന്ന് വെക്കുകയോ ചെയ്യും. അത് സാധാരണ നമ്മൾ വെട്ടുന്ന പോലെ അല്ല. അത് സ്ത്രീ എന്നുള്ള ആ വാക്ക് എന്ന് വെച്ചാൽ ലേഡി, ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ ഒരു വനിത എന്നുള്ള അർത്ഥത്തിലാണ് അത് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ടത് സ്ത്രീ എന്ന് തന്നെ വായിക്കണം. കേൾക്കണേ, നിങ്ങളിത് അല്ലാതെ വായിക്കരുത്. മുഖത ത്രയ സ്ത്രീഗണ, ആ വെട്ടിക്കോ. മുഖതഃ ത്രയ ജൃംഭമാണസ്യ മുഖത ത്രയ സ്ത്രീഗണ ഉദപദ്യന്ത സ്വൈരിണ്യ കാമിന്യ പുംശ്ചല്യ ഇതി യാ വൈവിലായനം
പ്രവിഷ്ടം പുരുഷം രസേന ഹാടകാഖ്യേന സാധയിത്വാ സ്വവിലാസാവലോകനാനുരാഗ സ്മിത സല്ലാപോപഗുഹനാദിപി. ആ അനുരാഗസ്മിത, അതുകൊണ്ട് സ്മിതം പുഞ്ചിരി. അനുരാഗസ്മിത സല്ലാപോപഗുഹനാദിപി സ്വൈരം കില രമയന്തി യസ്മിൻ ഉപയുക്തേ പുരുഷ ഈശ്വരോഹം സിദ്ധോഹം ഇത്യായുധമഹാഗജബലം ആത്മാനം അഭിമന്യമാന കദ്ധതേ മദാന്ധൈവാം. തതോധസ്താത് ദ്വിതലേ വിതലം എന്ന് പറഞ്ഞ സ്ഥലത്ത് തഥോധസ്താത് വിതലേ ഹരോ ഭഗവാൻ ഹാടകേശ്വര സ്വപാർഷദ ഭൂതഗണാവൃത പ്രജാപതിർ സർഗോ ബബ്രഹ്മണായ ഭവോ ഭവാന്യ സഹ മിഥുനീഭൂത ആസ്തേ യഥ പ്രവൃത്ത സരിത് പ്രവരാ ഹാടകീ നാമ ഭാവയോർവീര്യേണ യത്ര ചിത്രഭാനുർമാതരിശ്വന സമിധ്യമാന ഓജസാ പിബതി തന്നിഷ്ട്യൂതം ഹാടകാഖ്യം സുവർണം ഭൂഷണേന ആസുരേന്ദ്രാവരോധേഷോ പുരുഷാ സഹ പുരുഷീഭിർധാരയന്തി. തതോധസ്താത് വിതലേ ഹരോ ഭഗവാൻ ഹാടകേശ്വര. തഥാ അധസ്താത് വിതലേ, വിതലത്തിൽ ഹാടകേശ്വര ഹര ശിവൻ്റെ ആ പേരോടുകൂടിയ ശിവൻ പാർഷദ ഭൂതഗണാവൃത പ്രജാപതി സർഗോപബൃംഹണായ ഭവാന്യ സഹ, ഭവാനിയോടുകൂടി, ഭവാനി ആരാ? പാർവതി. മിഥുനീഭൂത ആസ്തേ യഥ ഭവയോ, ഭവൻ എന്ന് പറഞ്ഞാൽ ശിവൻ എന്നാ, ഭവയോ വീര്യേണ ഹാടകീ നാമ പ്രവരാ സരിത് പ്രവൃത്തം യത്ര ചിത്രഭാനു മാതരിശ്വൻ വായു സമിധ്യമാന ഓജസാ തന്നിഷ്ട്യൂതം പിബതി ഹാടകാഖ്യം സുവർണം ഭൂഷണേന അസുരേന്ദ്രാവരോധേഷു പുരുഷീഭി സഹ പുരുഷാ ധാരയന്തി. ഒന്നുകൂടെ വായിച്ചേക്കാമേ. തതോധസ്താത് വിതലേ ഹരോ ഭഗവാൻ ഹാടകേശ്വര സ്വപാർഷദ ഭൂതഗണാവൃത പ്രജാപതിർ സർഗോപബൃംഹണായ ഭവോ ഭവാന്യ സഹ മിഥുനീഭൂതാസ്തേ യഥ പ്രവൃത്ത സരിത് പ്രവരാ ഹാടകീ നാമ ഭവയോർവീര്യേണ യത്ര ചിത്രഭാനുർമാതരീശ്വന സമിധ്യമാന ഓജസാ പിബതി തന്നിഷ്ട്യൂതം ഹാടകാഖ്യം സുവർണം ഭൂഷണേന അസുരേന്ദ്രാവരോധേഷോ പുരുഷാ സഹ പുരുഷേഭിർധാരയന്തി. 18. തതോധസ്താത് സുതല ഉദാരശ്രവാ പുണ്യശ്ലോകോ വിരോചനാത്മജോ ബലിർഭഗവതാ മഹേന്ദ്രസ്യ പ്രിയം ചികീർഷമാണേനാദിതേർലബ്ധകായോ ഭൂത്വാ വടു വാമനരൂപേണ പരാക്ഷിപ്തലോകത്രയോ ഭഗവതനുകമ്പയൈവ പുനഃപ്രവേശിത ഇന്ദ്രാദ വിശ്വവിദ്യമാനയ ഇന്ദ്രാദിഷു അവിദ്യമാനയ അത് അങ്ങനെ തിരുത്തിക്കോണേ. ഇന്ദ്രാദിഷു അവിദ്യമാനയാസു സമൃദ്ധയ ശ്രിയാഭിജുഷ്ട സ്വധർമ്മേണ ആരാധയം സ്തമേവ ഭഗവന്തമാരാധനീയമപഗത സാധ്വസാസ്തേധുനാപി. തഥാ അധസ്താത് സുതലേ ഉദാരശ്രവ പുണ്യശ്ലോക വിരോചനാത്മജ ബലി മഹേന്ദ്രസ്യ പ്രിയം ചികീർഷമാണേന അദിതേ ലബ്ധകായ ഭൂത്വാ വടുവാമനരൂപേണ പരാക്ഷിപ്തലോകത്രയ ഭഗവതനുകമ്പയാ ഏവ പുനഃപ്രവേശിത ഇന്ദ്രാദിഷു അവിദ്യമാനയ ശ്രിയ അഭിജുഷ്ട ആരാധനീയം തം ഭഗവന്തം ഏവ സ്വധർമ്മേണ ആരാധയൻ
അപഗത സാധ്വസ അധുനാപി ആസ്തേ. വാക്കുകളെല്ലാം ഞാൻ പറഞ്ഞത് ഒന്നുകൂടെ ഒന്ന് നിങ്ങൾ നോക്കിയിട്ടത് തിരുത്തി എഴുതുക കേട്ടോ. വിരോചനാത്മജോ ബലിർഭഗവത മഹേന്ദ്രസ്യ പ്രിയം ചികീർഷമാണേനാദിതേർ ചികീർഷമാണേന അതിതേർന്ന് വായിച്ചു. അപ്പം തെറ്റുകയില്ല. ലബ്ധകായോ ഭൂത്വ വടു വാമനരൂപേണ പരാക്ഷിപ്ത ലോകത്രയോ, പരാക്ഷിപ്ത കഴിഞ്ഞൊരു കോമ ഇട്ടാൽ മതി. ഭഗവത് അനുകമ്പയൈവ പുനഃപ്രവേശിത ഇന്ദ്രാദിഷു അവിദ്യമാനയാന്നാക്കണം. അത് ഇന്ദ്രാദിഷു അവിദ്യമാനയ, അല്ലെങ്കിൽ അത് വായിക്കുമ്പോൾ ഒരു തെറ്റാൻ ഇടയുള്ളൊരു വാക്കാണ്, ഒരു കൂട്ടു വാക്കാണ്. സുസമൃദ്ധയാ ശ്രിയാഭിജുഷ്ട സ്വധർമ്മേണ ആരാധയംസ്തമേവ ഭഗവന്തം ആരാധനീയം അപഗത സാധ്വസ. അങ്ങനെയൊക്കെ ആക്കിക്കോണേ. ആസ്തേ ധുനാഭി. ഇത്ര നാളായപ്പോൾ അങ്ങനെ വായിക്കുമ്പം അങ്ങനെ ആക്കാനുള്ള അറിവുണ്ടല്ലേ. പൂജ്യം ഇട്ടിട്ട് മായ ഇട്ടിട്ട് ആയാക്കുക. ഒന്നുകൂടെ വായിക്കാം. തദോധസ്താദ സുതല ഉദാരശ്രവ പുണ്യശ്ലോകോ വിരോചനാത്മജോ ബലിർഭഗവത മഹേന്ദ്രസ്യ പ്രിയം ചികീർഷമാണേനാദിതേർലബ്ധകായോ ഭൂത്വ വടുവാമനരൂപേണ പരാക്ഷിപ്തലോകത്രയോ ഭഗവതനുകമ്പയൈവ പുനഃപ്രവേശിത ഇന്ദ്രാദിഷു അവിദ്യമാനയാ സുസമൃദ്ധയാ ശ്രിയാഭിജുഷ്ട സ്വധർമ്മേണാരാധയൻ തമേവ ഭഗവന്തം ആരാധനീയം അപഗത സാധ്വസ ആസ്തേധുനാഭി. നോ ഏവൈതത് സാക്ഷാത്കാരോ ഭൂമിദാനസ്യ യത്തത് ഭഗവതി അശേഷജീവനികായാനാം ജീവഭൂതാത്മബോധേ പരമാത്മനി വാസുദേവേ തീർത്ഥതമേ സർവജീവ നിയന്ത്രാത്മാരാമേ പാത്ര ഉപപന്നേ പരയാ ശ്രദ്ധയാ പരമാദര സമാഹിതമനസാ സംപ്രതിപാദിതസ്യ സാക്ഷാത് അപവർഗദ്വാരസ്യ യത് ബിലനിലയ ഐശ്വര്യം അശേഷജീവനികായാനാം ജീവഭൂതാത്മബോധേ പരമാത്മനി വാസുദേവേ വാസുദേവേ സർവത്ര പ്രകാശിക്കുന്നവെന്ന തീർത്ഥമത്തമേ സർവജീവ നിയന്ത്രാത്മാരാമേ ഉപപന്നേ പാത്രേ പരയാ ശ്രദ്ധയാ പരമാദരസമാഹിത മനസാ പ്രതിപാദിതസ്യ ഭൂമിദാനസ്യ യത് തത് ഏതതെന്ന ഏവ സാക്ഷാത് അപവർഗദ്വാരസ്യ യത് തത് ബിലനിലയൈശ്വര്യ ന ഏവ സാക്ഷാത്കാര സർവജീവ നിയന്ത്രാത്മാരാമ. രാമേ എന്നുള്ളത് ചില പുസ്തകങ്ങളിൽ കാണാൻ സാധ്യതയില്ല. അതിനെക്കുറിച്ച് വിഷമിക്കേണ്ടതില്ല. അങ്ങനെ ആ ഒരു വാക്കില്ലെങ്കിൽ സർവ തീർത്ഥതമേ കഴിഞ്ഞിട്ടൊരു വാക്കില്ലേ, ഒരു ലൈനുണ്ട്, സർവജീവ നിയന്ത്രാത്മാരാമേ എന്ന പദം. ആ ഭാഗം ചില പുസ്തകത്തിൽ കാണാനില്ല. ഇല്ലാത്തവരത് വായിക്കണ്ട. നോ ഏവൈത സാക്ഷാത്കാരോ ഭൂമിദാനസ്യ യത്തദ്ഭഗവത്യശേഷജീവനികായാനാം ജീവഭൂതാത്മഭൂതേ പരമാത്മനി വാസുദേവേ തീർത്ഥതമേ സർവജീവനിയന്ത്രാത്മാരാമേ പാത്ര ഉപപന്നേ പരയാ ശ്രദ്ധയാ പരമാദരസമാഹിതമനസാ സംപ്രതിപാദിതസ്യ സാക്ഷാദപവർഗദ്വാരസ്യ യദ്ബിലനിലയൈശ്വര്യം ജീവഭൂതാത്മബോധേ ഭഗവതി അശേഷ. അതൊന്ന് ശ്രദ്ധിക്കണം. ആ വാക്ക് ഭഗവതി അശേഷ എന്നുള്ളത് അങ്ങനെ തന്നെ വായിക്കണേ. വസുദേവേ തീർത്ഥതമേ അശേഷ ദൈവനികായാം പരമാത്മനി ഭൂമിദാനസ്യ. കിട്ടിയില്ലേ വാക്കൊക്കെ? ഭൂമിദാനസ്യ
സാക്ഷാത് അപവർഗദ്വാരസ്യ പരമാത്മനി ഭഗവത്യശേഷ ജീവഭൂതാത്മബോധേ അങ്ങനെ അങ്ങ് വായിച്ചാൽ മതി. ഇത് കേട്ടോ, ഒന്നും അതിനകത്ത് തിരുത്താൻ ആ പറഞ്ഞത് മാത്രം തിരുത്തുക, ബാക്കി അല്ലാതെ വായിക്കുക കേട്ടോ. ഭഗവതി അശേഷ അങ്ങനെ തന്നെ വായിക്കണം അത് കേട്ടോ. ഭഗവതി അശേഷ. അശേഷ ജീവനികായാനാം പരമാത്മനി ജീവഭൂതേ പരമാത്മനി വാസുദേവേ. അടുത്തത് 20. യസ്യ ഹവാവ ക്ഷുതപതന പ്രസ്ഖലനാദിഷു വിവശ സകൃന്നാമാഭിഗൃണൻ പുരുഷകർമ്മബന്ധനമഞ്ജസ വിധുനോതി യസ്യ ഹൈവ പ്രതിബാധനം മുമുക്ഷവോ ഉപലഭന്തെ. ക്ഷുത പതന പ്രസ്ഖലനാദിഷു യസ്യ ഹവാവ ക്ഷുതപതന പ്രസ്ഖലനാദിഷു വിവശ യസ്യ നാമ വിവശ സകൃന്നാമ അഭിഗൃണൻ. അവിടെ യസ്യ താഴെ കിടപ്പുണ്ട്. സകൃന്നാമ അഭിഗൃണൻ പുരുഷ കർമ്മബന്ധനം അഞ്ജസ വിധുനോതി യസ്യ സകൃനാമ യസ്യ നാമ സകൃത് അഭിഗൃണൻ. ഒറ്റ പ്രാവശ്യം പറഞ്ഞാൽ മതി. പുരുഷ കർമ്മബന്ധനം അഞ്ജസ വിധുനോതി യസ്യ പ്രതിബാധനം. മുമുക്ഷവൻ എന്ന് പറഞ്ഞാൽ മുമുക്ഷു മോക്ഷം ആഗ്രഹിക്കുന്നവൻ. അന്യഥാ ഏവ ഉപലഭന്തെ. 21. തത് ഭക്താനാമാത്മവതാം സർവേഷാം ആത്മദയൈവ. തത് ഭക്താനാം ആത്മവതാം സർവേഷാം ആത്മനി ആത്മതയാ ഏവ ആത്മദേ ഭൂമിദാനസ്യ സാക്ഷാത്കര ഏതത് ന വൈ ഭഗവാൻ നൂനമമുഷ്യാനുജഗ്രാഹ യദുദ പുനരാത്മാനുസ്മൃതിമോഷണം മായാമയ ഭോഗൈശ്വര്യം ഏവ അതനുത ഏതി. അതാണ് അതനുത എന്ന വാക്ക് ഏറ്റവും അവസാനത്തെ. ഭോഗ ഐശ്വര്യം ഏവ അതനുതേതി. ന വൈ ഭഗവാൻ അമുഷ്യ ന വൈ അനുജഗ്രാഹ യദുത പുന ആത്മാനുസ്മൃതിമോഷണം മായാമയഭോഗ ഐശ്വര്യം ഏവ അതനുത ഏതി. 23. യത്തത് ഭഗവതാനധിഗതാന്യോപായേന അന്യമായ ഉപായം. അധിഗത അന്യോപായേന എന്നാണ് വാക്ക്. അധിഗത അന്യോപായേന. യത്തത് ഭഗവതാന അധിഗത്യ അന്യോപായേന. ഗത അന്യോപായേന എന്നാക്കിക്കോ. അപ്പം നിങ്ങൾക്ക് ആ ഗതയുടെ ഗത എന്നെഴുതിയിരിക്കുന്നതിൻ്റെ അടുത്ത ഗത കഴിഞ്ഞിട്ട് ആ ദീർഘത്തിൻ്റെ മുകളിലായിട്ട് ഒരു ആ എഴുതിയാൽ അന്യോപായേന എന്ന് നമുക്ക് വായിക്കാൻ സാധിക്കും. യാജ്ഞാച്ഛലേന അപഹൃത സ്വശരീരാവശേഷിത ലോകത്രയോ. അപഹൃത സ്വശരീരാവേശിത അവശേഷിത ലോകത്രയ. അത് ഒരു വാക്കായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ തന്നെ വായിക്കുക. വരുണപാശൈശ്ച സമ്പ്രതി മുക്തോ ഗിരിധര്യാം ചാപവിദ്ധ ഇതി ഹോവാച. അതങ്ങനെ തന്നെ വായിക്കുക. വേറെ അവിടെ തിരുത്താനൊന്നുമില്ല. നൂനം ബദായം ഭഗവാൻ അർത്ഥേഷു ന നിഷ്ണാദോ യോസാവിന്ദ്രോ യസ്യ സജീവോ മന്ത്രായ വൃത ഏകാന്തതോ ബൃഹസ്പതി തമതിഹായ സ്വയം ഉപേന്ദ്രേണ ആത്മാനം അയാചതാത്മനശ്ചാശിഷോ നോ ഏവ തദ്ദാസ്യമതിഗംഭീര രയസ
കാലസ്യ മന്വന്തര പരിവൃത്തം കിയത് ലോകത്രയമിതം. നൂനം യ ഇന്ദ്ര അയം അർത്ഥേഷു ന നിഷ്ണാതഃ ബത ഏകാന്തത വൃത സചിവ ബൃഹസ്പതി തം അതിഹായ സ്വയം ഉപേന്ദ്രേണ, ഉപേന്ദ്രൻ എന്ന് പറഞ്ഞാൽ ഇന്ദ്രൻ്റെ അനുജനായിട്ട്, ആത്മന ഇന്ദ്രന് ആത്മന ആത്മാവിന്, ന ആശിഷ ആത്മാനം അയാചത തദ്ദാസ്യം നോ ഏവ അതിഗംഭീരരയസ ഗംഭീരരയസ കാലസ്യ മന്വന്തര പരിവൃത്തം ഇദം ലോകത്രയം കിയത്. കിയത് ലോകത്രയം ഇദം, ഇദം ലോകത്രയം കിയത് എന്നാണ് അർത്ഥം പറയുമ്പോൾ പറയുന്നത്. അത്രയേ ഉള്ളൂ, ഒന്നുമില്ല. അത് കിയത് ലോകത്രയം എന്ന് വായിക്കണം. ഇദം നൂനം ബതായം ഭഗവാൻ അർത്ഥേഷു ന നിഷ്ണാതോ യോ സാവിന്ദ്രോ യസ്യ സജീവോ മന്ത്രായ വൃത ഏകാന്തതോ ബൃഹസ്പതി തമധികായ സ്വയം ഉപേന്ദ്രേണാത്മാനമയാചത ആത്മനശ്ചാശിഷോ. ഉപേന്ദ്രേണ ആത്മാനം ആത്മന ചാശിഷോ. പിരിക്കേണ്ടത് സ്വയം ഉപേന്ദ്രേണ ആത്മന, നായ്ക്കും മായ്ക്കും ഇടയ്ക്ക്, ആ നായുടെ ദീർഘത്തിനും മായ്ക്കും ഇടയ്ക്ക് ഒരു ആ എഴുതുക. ഉപേന്ദ്രേണ ആത്മാനം എന്നാക്കിയിട്ട് മാ വെട്ടുക. ആ വെട്ടിയുടെ മുകളിലായിട്ട് അയാചത ആത്മന ചാശിഷോ നോ ഏവ ദാസ്യമതിഗംഭീര രയസ കാലസ്യ മന്വന്തര പരിവൃത്തം കിയത് ലോകത്രയം ഇദം. 25. ഞാൻ ഈ വായിച്ചത് കേട്ടിട്ട്, ശരിയായി കേട്ടിട്ട് നിങ്ങളത് തിരിച്ച് വെച്ച് വായിച്ച് നോക്കണം. എന്നിട്ടത് നിങ്ങളൊന്നുകൂടെ കേട്ട് നോക്കണം, അത് തന്നെയാണോ ഞങ്ങൾ ഈ പറയുന്നതെന്ന്. യസ്യാനുദാസ്യമേവാസ്മത് പിതാമഹ കില വൗ്രേ നദുപ്സ്വപിത്രിയം യദുദാകുതോ ഭയം പദം ദീയമാനം ഭഗവത പരമിതി ഭഗവതോപരതേ ഖലു സ്വപിതരി യസ്യാനുദാസ്യമേവ അസ്മത് പിതാമഹ യസ്യ അനുദാസ്യം ഏവ അസ്മത് പിതാമഹ കില വവ്രേ നതു സ്വപിത്രിയം യദുദാകുതോ ഭയം പദം ദീയമാനം ഭഗവത പരമിതി ഭഗവത ഉപരതേ ഖലു സ്വപിതരി. തസ്യ മഹാനുഭാവസ്യാനുപഥം അമൃജിത കഷായ കോ വാസ്മദ്വിധ അനുപഥം ഋജിതകഷായം അമൃജിതകഷായ. തസ്യ മഹാനുഭാവസ്യ അനുപഥം അമൃജിത, അനുപഥം കഴിഞ്ഞ് മാ വെട്ടിയിട്ട് ആയാക്കുക, അവിടെ അമൃജിത എന്നാക്കണം. അപ്പം മനസ്സിലായോ? അമൃജിത കഷായ, അമൃജിത കഷായ കോ വാസ്മദ്വിധ അസ്മദ്വിധ ക വാസ്മദ്വിധയാണ് കോ വാസ്മദ്വിധ ആയത്. പരിഹീണ ഭഗവത അനുഗ്രഹ പരിഹീത ഭഗവദനുഗ്രഹ
പരിഹീണ ഭഗവദനുഗ്രഹ മഹാനുഭാവസ്യ തസ്യ അനുപഥം അമൃതിതകഷായ അനുപഥം ഉപജിഗമിഷതി ഇതി. ഉപജിതം ഏറ്റവും അവസാനത്തെ വാക്ക് ഉപജിഗം ഇഷതി ഇതി. ഉപജിഗമിഷതി എന്ന് വായിക്കുക, എന്നിട്ട് ഇതി എന്നും കൂടെ വായിക്കുക. അപ്പോൾ ഒന്നിച്ച് വായിച്ചപ്പോൾ തീന്ന് വന്നതാണ്. ഉപജിഗമിഷതി ഇതി. ഉപജിഗമിഷതി പ്ലസ് ഇതി കിട്ടിയോ എല്ലാം. അമൃജിത കഷായാണ് കേട്ടോ. തസ്യ മഹാനുഭാവസ്യ അനുപഥം അമൃജിത കഷായ എന്നാക്കണമേ. അത് ആക്കിയിട്ടില്ലെങ്കിൽ അത് അങ്ങനെ തന്നെ ആക്കണം, അമൃജിത എന്നാക്കണം. അല്ലെങ്കിൽ നമ്മൾ തെറ്റിപ്പോകും. നമ്മളിങ്ങനെ പെട്ടെന്ന് വായിച്ച് വരികയല്ലേ, അപ്പോൾ ആ കാണുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും അവിടെ അമൃജിത എന്ന് വായിച്ചു പൊക്കോളും. അല്ലെങ്കിൽ നമ്മളത് വായിക്കത്തില്ല അവിടെ, ആ മാവ് വെട്ടിക്കളഞ്ഞില്ലെങ്കിൽ. തസ്യാനുചരിതമുത്തരസ്മാത് വിസ്തരിഷ്യതേ യസ്യ ഭഗവാൻ സ്വയമഖില ജഗദ്ഗുരുർ നാരായണോദ്വാരി ഗദാപാണിരവതിഷ്ഠതേ നിജ ജനാനുകമ്പിതഹൃദയോ യേന അങ്കുഷ്ടേന പദ ദശകന്ധരോ യോധനായുധായുധം ദിഗ്വിജയ ഉച്ചാടിതഃ സ്വയം അഖില ജഗദ്ഗുരു നാരായണ നിജ ജനാനുകമ്പിതഹൃദയ യസ്യ ദ്വാരി ഗദാപാണി അവതിഷ്ഠതേ യേന ദിഗ്വിജയേ ദശകന്ധര അങ്കുഷ്ഠേന പദ യോജനായുധായുധം ഉച്ചാടിത. തസ്യ അനുചരിതം ഉത്തരസ്മാത് വിസ്തരിഷ്യതേ. ഇത് പിന്നീട് ഞങ്ങൾ പറയുമെന്ന്. തസ്യ അനുചരിതം ഉത്തരസ്മാത് വിസ്തരിഷ്യതേ. ഏത് കാര്യമാണ്? യസ്യ ഭഗവാൻ സ്വയം അഖില ജഗദ്ഗുരുർ നാരായണോ ദ്വാരി ഗദാപാണിരവതിഷ്ഠതേ നിജ ജനാനുകമ്പിതഹൃദയോ യേന അങ്കുഷ്ഠേന പദ ദശകന്ധരോ യോജനായുധായുധം ദിഗ്വിജയ ഉച്ചാടിത. ആ ഭഗവാന്റെ കാര്യം പറയും. ശ്രീരാമദേവൻ്റെ കഥയാണ് അതാ പറഞ്ഞത്. രാവണനെ വധിച്ച കഥ പിന്നീട് പറയുമെന്ന്. തതോധസ്താത് തലാതലേ മയോ നാമ ദാനവേന്ദ്ര ത്രിപുരാധിപതിർ ഭഗവത പുരാരിണ ത്രിലോകീശം ചികീർഷുണ നിർദഗ്ധ സ്വപുരത്രയ തത് പ്രസാദാത് അബ്ധപദോ ലബ്ധപദ പ്രസാദാത് ലബ്ധപദ. അബ്ധ അല്ല, ലായാണല്ലോ അവിടെ. ചികീർഷുണ നിർദഗ്ധ സ്വപുരത്രയ തത് ആസ ഇല്ലെങ്കിലും കുഴപ്പമില്ല. തത് പ്രസാദാത് ലബ്ധപദോ മായാവിമാനമാചാര്യോ മഹാദേവന പരിരക്ഷിതോ സുദർശനഭയോ മഹീയതേ. സുദർശനഭയ, അതായത് സുദർശനത്തിൽ നിന്നും ഭയമില്ലാത്തവനായിട്ട് മഹീയതേ, മഹാനായിരിക്കുന്നു. തഥാ അധസ്താത തലാതലേ, അതിന് താഴത്തെ ഓരോ തലങ്ങളെക്കുറിച്ചാണ്. വിതലം, മഹാതലം, അങ്ങനെയാണ്. തലാതലം. ത്രിപുരാധിപതിയായ മയനാമ ദാനവേന്ദ്ര ത്രിലോകീശം ചികീർഷുണ ഭഗവത പുരാരിണ നിർദഗ്ധ സ്വപുരത്രയ തത് പ്രസാദാത് ലബ്ധപദ നിർദഗ്ധ സ്വപുരത്രയ കഴിഞ്ഞ സ വെട്ടിക്കള. തത് പ്രസാദാത് ലബ്ധപദോ മായാവിമാനമാചാര്യോ മായാവിനാം മാ വെട്ടിക്കളഞ്ഞത് കേട്ടോ. മായാവിനാം
ആചാര്യോ മഹാദേവേന വിഗത സുദർശന ഭയ. ആ വാ ഇല്ല ഇവിടെ കേട്ടോ, അല്ലെങ്കിൽ ഇന്നാൾ എന്തൊക്കെയോ നമ്മൾ വായിച്ചപ്പോൾ തെറ്റിയതുപോലെ അത് ആ പുസ്തകത്തിലെ തെറ്റാ. മായാവിനാം ആചാര്യോ മഹാദേവേന പരിരക്ഷിതോ വിഗത സുദർശന ഭയോ വിഗത കോമ ഇട്ടിട്ട് സുദർശന ഭയോ ഒന്നിച്ച് വായിക്കാം. മഹീയതേ. മഹാതലേ ഒന്നുകൂടെ വായിക്കാം, അതത്രയേ ഉള്ളൂ. പിന്നെ തതോധസ്താത് രസാതലേ ദൈതേയാത, അതൊന്നുകൂടെ വായിക്കണമല്ലേ, വായിച്ചില്ല. തതോധസ്താത് തലാതലേ മയോ നാമ ദാനവേന്ദ്ര ത്രിപുരാധിപിർഭഗവതാ പുരാരിണാത്രിലോകേശം ചികീർഷുണ നിർദഗ്ധസ്വ പുരസ്ത്രയ തത് പ്രസാദാത് ലബ്ധപദോ മായാവിനാം ആചാര്യോ മഹാദേവേന പരിരക്ഷിതോ വിഗത സുദർശനഭയോ മഹീയതേ. തതോധസ്താത് മഹാതലേ കാദ്രവേയാണാം സർപ്പാണാം നൈകശിരസാം ക്രോധവശോ നാമഗണ കുഹകതക്ഷക കാളിയ സുഷേണാദിപ്രധാന മഹാഭോഗവന്ത പദത്രിരാജാധിപതേ പുരുഷവാഹാദ അനവരതമുദ്വിജമാന സ്വകളത്രാപത്യ സുഹൃത് കുടുംബസംഗേന ക്വചിത് പ്രമത്ത വിഹരന്തി. തതോധസ്താത് മഹാതലേ കാദ്രവേയാണാം നൈകശിരസാം സർപ്പാണാം ക്രോധവശനാമഗണ മഹാഭോഗവന്ത പുരുഷവാഹാദ പദത്രിരാജാധിപതേ അനവരതം ഉദ്വിജമാന സ്വകളത്ര അപത്യ സുഹൃത് കുടുംബസംഗേന ക്വചിത് പ്രമത്ത വിഹരന്തി. തതോധസ്താത് മഹാതലേ കാദ്രവേയാണാം സർപ്പാണാം നൈകശിരസാം ക്രോധവശോ നാമഗണ കുഹകതക്ഷക കാളിയ സുഷേണാദിപ്രധാന മഹാഭോഗവന്ത പദത്രിരാജാധിപതേ പുരുഷവാഹാദ അനവരതമുദ്വിജമാന സ്വകളത്രാപത്യ സുഹൃദ കുടുംബസംഗേന ക്വചിത് പ്രമത്ത വിഹരന്തി. തതോധസ്താത് രസാതലേ, അതങ്ങനെ ആക്കണേ, ദ്ര എന്നുള്ളത് രസാതലേ. തതോധസ്താത് രസാതലേ ദൈതേയാദാനവാപണയോ നാമ നിവാതകവച കാലേയ ഹിരണ്യപുരവാസിന ഇതി വിബുധ പ്രത്യനീക ഉത്പത്യ മഹൗജസോ മഹാസാഹസിനോ ഭഗവത സകലലോകാനുഭാവസ്യ ഹരേരേവ തേജസാ പ്രതിഹത ബലാവലേപ വിലേശയാ ഇവ വസന്തി യേ വൈ സമരയേന്ദ്രദൂത്യ. സരമയേന്ദ്ര, സമരയല്ല കേട്ടോ, ഞാൻ സമര എന്നാണ് വായിച്ചത്. സരമയേന്ദ്രദൂത്യ വാഗ്ഭിർ കോമ മന്ത്രവർണാഭിർ ഇന്ദ്രാത് ബിഭ്യതി. തതോധസ്താത് രസാതലേ, അതിന് താഴെ തതോധസ്താത്, അവിടുന്ന് താഴെ വിബുദ്ധ പ്രത്യനീക ദൈതേയ ഉത്പത്യ മഹൗജസ മഹാസാഹസിന സകലലോകാനുഭാവസ്യ ഭഗവത ഹരേയേവ തേജസാ പ്രതിഹത ബലാവലേപ വിലേശയ യേ വൈ ഇന്ദ്രദൂത്യ സരമയ മന്ത്രവർണാഭി വാഗ്ഭി ഇന്ദ്രാത് ബിഭ്യതി. എന്നോട് വായിക്കാം. തതോധസ്താത് രസാതലേ ദൈതേയ ദാനവാപണയോ നാമ നിവാത കവച കാലേയ ഹിരണ്യപുരവാസിന ഇതി വിബുധ പ്രത്യനീക ഉത്പത്യ മഹൗജസോ മഹാസാഹസിനോ ഭഗവത സകല ലോകാനുഭാവസ്യ ഹരേരേവ തേജസ പ്രതിഹത ബലാവലേപ വിലേശയ ഇവ വസന്തി യേ വൈ സരമയ ഇന്ദ്രദൂത്യാം വാഗ്ഭിർ മന്ത്രവർണാഭിർ ഇന്ദ്രാത് ബിഭ്യതി. സരമയേന്ദ്രദൂത്യ ഇന്ദ്രദൂത്യ സരമയ ഇന്ദ്രദൂത്യ, അങ്ങനെ വായിച്ചോണേ. സരമയ ഇന്ദ്രദൂത്യ
സരമയേന്ദ്രദൂത്യ എന്ന് വായിച്ചാൽ ഒട്ടും തെറ്റില്ല, അത് എഴുതിയിരിക്കുന്ന പോലെ തന്നെ. സരമയേന്ദ്രദൂത്യ വാഗ്ഭിർ മന്ത്രവർണാഭിർ ഇന്ദ്രാത് ബിഭ്യതി. അങ്ങനെ വായിക്കണം, പിരിച്ചു വായിക്കണം. വാഗ്ഭിർ മന്ത്രവർണാഭിർ ഇന്ദ്രാത് ബിഭ്യതി, അല്ലെങ്കിൽ വാഗ്ഭിർ മന്ത്രവർണാഭിരിന്ദ്രാത് ബിഭ്യതി. അങ്ങനെ ഇന്ദ്രാത് എന്നുള്ളത് കേൾക്കണം കേട്ടോ, ഭിരിന്ദ്ര എന്ന് വായിക്കരുത്. അങ്ങനെ നിങ്ങൾ ചിലപ്പോൾ വാക്ക് കിട്ടാതെ വരുമ്പോൾ അതിൻ്റെ മുമ്പിലത്തെ വാക്കിൻ്റെ അവസാനത്തെ അക്ഷരം കൂടെ കൂട്ടിച്ചേർത്ത് വായിക്കുക, അപ്പോൾ വേറെ എന്തോ പോലെ തോന്നും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ കോമ ഇടാനൊക്കെ പറയുന്നത്. സരമയേന്ദ്രദൂത്യ വാഗ്ഭിർ കോമ മന്ത്രവർണാഭിരിന്ദ്രാത്, അല്ലെങ്കിൽ വർണാഭിര് ഇന്ദ്രാത് എന്ന് വേറെ വായിക്കണം. വർണാഭിർ ഇന്ദ്രാത് ബിഭ്യതി. തതോധസ്താത് പാതാളേ നാഗലോകപതയോ വാസുകി പ്രമുഖ ശംഖ കലിക മഹാശംഖ ശ്വേത ധനഞ്ജയ ധൃതരാഷ്ട്ര ശംഖചൂഡ കമ്പള അശ്വതര ദേവദത്താദയോ മഹാഭോഗിനോ മഹാമർഷ നിവസന്തി യേഷാമോഹ വൈ 5 7 10 ശത സഹസ്ര ശീർഷാണാം ഭണാസു വിരചിതാ മഹാമണയോ രോജിഷ്ണവ പാതാള വിവര തിമിര നികരം സ്വരോജിഷ വിധമന്തി. പാതാള കോമ വിവര കോമ തിമിര കോമ നികരം. പാതാള വിവര തിമിര നികരം എന്ന് വേറെ വേറെ വായിക്കണം. തതോധസ്താത് പാതാള നാഗലോകപതയോ വാസുകി പ്രമുഖ ശംഖ കലിക മഹാശംഖ ശ്വേത ധനഞ്ജയ ധൃതരാഷ്ട്ര ശംഖചൂഡ കമ്പളാശ്വതര ദേവദത്താദയോ മഹാഭോഗിനോ മഹാമർഷ നിവസന്തി യേഷാമോഹ വൈ 5 7 10 ശതസഹസ്ര ശീർഷാണാം ഭണാസു വിരചിത മഹാമണയോ രോജിഷ്ണവ പാതാള വിവര തിമിര നികരം സ്വരോജിഷ വിധമന്തി. ഹരി ഓം. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം പഞ്ചമസ്കന്ധേ 4th അധ്യായഃ. ഹരി ഓം.